എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 ഓഗസ്റ്റ് മാസം വൃശ്ചികൂറർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ വീഡിയോകൾ ഇടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിൽ വീഡിയോകൾ വളരെ താമസിച്ചു. അപ്പോൾ എങ്കിൽ പോലും ഇത്തിരി വൈകിയാണെങ്കിലും ഇടുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളും ചില സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ടാണ് വീഡിയോകൾ ഇടാൻ വേണ്ടി കഴിയാഞ്ഞത്. എന്തായാലും അടുത്ത മാസം മുതൽക്ക് ഞങ്ങൾ സാധാരണ പോലെ തന്നെ വീഡിയോകൾ എല്ലാ മാസത്തിൽ ഇടുന്നതായിരിക്കും. അതുപോലെ മറ്റു ഭാഷകളുടെ വീഡിയോകൾ ഇട്ട് നോക്കുമ്പോൾ അതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നോക്കിയതാണ്. അത് നിങ്ങൾക്കൊരു സംശയമായി മാറരുത്. കാരണം അത് എന്താണെന്നൊക്കെ ഒരു ആശയക്കുഴപ്പം വരരുത്. അത് നമ്മളെ ബാധിക്കുന്നില്ല. മലയാളം വീഡിയോസ് എല്ലാ മാസവും കൃത്യമായിട്ട് തന്നെ ആദ്യം തന്നെ അയക്കുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ വൃശ്ചികൂറുകാരുടെ ഫലങ്ങളാണല്ലോ പറയുന്നത്. വൃശ്ചികൂറിൽ വരുന്നത് വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട, ഈ രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് വരുന്നത്. ഇവരെ സംബന്ധിച്ചിട്ടൊരു അല്പം മോശമെന്ന് പറയാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് മാർച്ച് മാസം 29 മുതൽ ശനി മനസ്ഥാനമായിട്ടുള്ള 5ലേക്ക് മാറി, മെയ് മാസം 14 വ്യാഴ അഷ്ടമത്തിലേക്ക് മാറി. ഈ രണ്ട് മാറ്റവും നല്ലതല്ല. അപ്പം മെയ് 14 മുതൽ പ്രതികൂലമായ ചില ഫലങ്ങൾ വന്നു തുടങ്ങിക്കാണും. അതുമാത്രമല്ല, അതിനെ ഒന്നുകൂടെ തീവ്രമാകുന്ന രീതിയിൽ ജൂലൈ 13 വക്രം, ശനിയുടെ വക്രം, വക്രത്തിൻ്റെ ഫലം പൂർവ്വരാശിയുടെ ഫലമാണ്. പൂർവ്വരാശി കണ്ടശനിയായിട്ടുള്ള ഒരു രാശിയാണ്, 4ാം രാശിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫലം വരുമ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് കുറച്ചധികമായിട്ടുള്ള ദോഷങ്ങൾ പറയണമെന്നാണ്. അപ്പോൾ കണ്ടശനിയും അതുപോലെ തന്നെ അഷ്ടമവേഴ ഒരുമിച്ച് വരിക. കഴിഞ്ഞ വർഷം തുലാം രാശിക്ക് പറഞ്ഞ അഷ്ടമവേഴ, പക്ഷെ മനസ്ഥാനത്താണ് നമുക്ക് ശനി വന്നിരുന്നത്. അപ്പോൾ ഈ വക്രം നിങ്ങളുടെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്ന ഒരു വക്രമാണ്. അപ്പോൾ നിങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഒരു സാത്വികമായ ആഹാര രീതികളോടുകൂടി ഈശ്വര പ്രാർത്ഥനയോടുകൂടി 2 നേരം സ്നാനമൊക്കെ ചെയ്ത് നിങ്ങളുടേതായിട്ട് രീതിയിലെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണമെന്നാണ് പറയാനുള്ളത്. കാരണം 2 പ്രധാനപ്പെട്ട ദോഷങ്ങളാണ് ഉള്ളത്. എങ്കിലും മറ്റു ഗ്രഹസ്ഥിതികളും നിങ്ങളെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു പരിധിവരെ സ്വാധീനിക്കുന്നു എന്നതുകൊണ്ടിട്ട് നമുക്ക് മറ്റ് ഗ്രഹസ്ഥിതികൾ എപ്രകാരമാണെന്നൂടെ നോക്കാം. എന്തായാലും ഒരു വർഷത്തേക്ക് കാലക്കേടിൻ്റെ സമയമാണ് ഈ രാശിക്കാർക്ക്. അത് വളരെ കഠിനമായിട്ട് തന്നെ ഉണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അത്രയും ഗൗരവത്തോടെ എടുക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി ഒരു വ്യക്തമായ ഒരു ചിന്ത നടത്താം. മാസത്തെ ഫലങ്ങൾ. സൂര്യൻ നിങ്ങളുടെ എന്നതുപോലെ തന്നെ ഏതൊരു രാശിക്കാരെ സംബന്ധിച്ചും ഏതൊരാളെ സംബന്ധിച്ചിട്ടും ചിങ്ങമാസം ഒരു പ്രധാനപ്പെട്ട ഒരു മാസം തന്നെയാണ്. അതിൻ്റെ ഇന്ത്യ ഒട്ടാകുന്നതിൻ്റെ ഒരു വിളവെടുപ്പ് ഉത്സവം നടക്കുകയും അതിനോടനുബന്ധിച്ചിട്ട് കേരളത്തിൽ ഓണം പോലെയുള്ള ആഘോഷങ്ങൾ വരികയും മറ്റ് സംസ്ഥാനങ്ങളിലും സമാനങ്ങളായിട്ടുള്ള ആഘോഷങ്ങളൊക്കെ നടക്കുന്നൊരു അവസരമാണ് ഈ പറഞ്ഞ ചിങ്ങമാസം. അപ്പോൾ ആ ചിങ്ങമാസത്തിൻ്റെ ആരംഭം 17-ാം തീയതിയാണ്. അപ്പോൾ ഈ മാസം എത്ര തന്നെ ആയിരുന്നാലും ഒരു ആശ്വാസം ഏത് രാശിക്കാർക്കും ഉണ്ടാവും എന്നുകൂടെ മനസ്സിലാക്കണം. നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ്റെ 9ാം ഭാവത്തിലൂടെയുള്ള സഞ്ചാരം തൊഴിൽപരമായ മേഖലയിൽ ഒരു ഭാഗ്യക്കുറവ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു ഭാഗ്യസ്ഥാനമാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ബുധൻ ഇവരുടെ സൂര്യനുമായിട്ട് ഈ ജോയിൻ ചെയ്യുന്നത് ചില അടിപിടികളൊക്കെ ഉണ്ടാകാനും ഒക്കെ ഇവരുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ട് ചില കലഹങ്ങൾക്കും അല്ലെങ്കിൽ തന്നെ ഇവരുടെ സമ്മർദ്ദം കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് കലഹങ്ങൾക്ക് സാധ്യതയുണ്ട്. ടെമ്പർ തെറ്റിപ്പോകുന്ന അവസ്ഥ ഏത് സമയത്തും ഉണ്ടാകും. അതൊക്കെ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുക. ചൊവ്വ വളരെ നല്ല പൊസിഷനിലായതുകൊണ്ടിട്ട് ഈ സൂര്യൻ്റെയും ബുധൻ്റെയൊക്കെ മാറ്റങ്ങളൊക്കെ ഒരു പരിധിവരെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും. ശുക്രൻ അഷ്ടമഭാവത്ത് നിൽക്കുന്നത് പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല ഗുണങ്ങൾ തരേണ്ടതാണ്. പക്ഷേ മറ്റ് ഗ്രഹങ്ങളുടെ സ്ഥിതി കാരണം അത് ചിലപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. വ്യാഴത്തിൻ്റെ അഷ്ടമഭാവത്തിലെ സ്ഥിതി നിങ്ങളൊരു വളരെ കഠിനമായ ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെ കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും ജ്യോതിഷപരമായിട്ടുണ്ട്. രാഹു 4ൽ നിൽക്കുന്നത് ചിലപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് 4 കുടുംബസ്ഥാനമാണ്. അതുപോലെ തന്നെ വാഹനത്തൊക്കെ സൂചിപ്പിക്കുക. അപ്പോൾ പെട്ടെന്ന് കുടുംബപരമായിട്ടൊക്കെ വാഹനമോ അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട ചിലവുകൾ അപ്രതീക്ഷിച്ചിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. കേതു 10 കർമ്മഭാവത്ത് നിൽക്കുന്നത് തൊഴിൽപരമായ മേഖലയിൽ അനാവശ്യമായ കുറേ മാറ്റങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ തൊഴിൽപരമായ മേഖലയിൽ ചെറിയ പ്രതികൂലമാണ്. കാരണം സൂര്യനും ഭാഗ്യത്തിൽ നിൽക്കുന്നു, കേതു 10 കൂടെ നിൽക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ വരാം. കേതുവിന് ഹേതു വേണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കേതുവും ഇല്ലാതെ കുറേ മാറ്റങ്ങൾ ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അതിനുള്ള കഴിയുന്നത്ര സമയത്തോടെ നേരിടാനും പൊരുത്തപ്പെട്ട് പോകാനും ശ്രമിക്കുക. ശനി വക്രഗതിയെ പ്രാപിച്ച് നിൽക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളെ വർദ്ധിപ്പിക്കുക, പ്രഷർ കൂട്ടുകയാണ് ചെയ്യുന്നത്.
പൊതുവിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരു കഠിനമായ സമയങ്ങളിലൊന്നും ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങൾ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരാം, താമസങ്ങൾ വരാം, തടസ്സങ്ങൾ വരാം, ദുഃഖം വരാം. എത്രയോ ജോലി കിട്ടും ഒരു ഫലവുമില്ലെന്ന് ചിന്ത വരാം. കാലദോഷമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിൻ്റെ പരിഹാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ പരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീക്ഷേത്രം നിർബന്ധമായിട്ടും ദർശിക്കാൻ കഴിയുന്നവർ ദർശിക്കുക തന്നെ വേണം. ദർശിക്കുക, അവിടെ അല്പസമയം ചിലവഴിക്കുക. ഭഗവാന് മഞ്ഞപ്പെട്ട് ചാർത്തുക, തുളസിമാല ചാർത്തുക, തൃക്കൈ വെണ്ണ, പാൽപ്പായസം എന്നിവ നടത്തി പ്രീതി വരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ശനിയുടെ വക്രത്തിൻ്റെ പരിഹാരമായിട്ട് ശനി ടെമ്പിളുകളോ ശനി ക്ഷേത്രങ്ങളോ ശാസ്താ ക്ഷേത്രങ്ങളോ ദർശിക്കാം ശനിയാഴ്ചകളിൽ. രണ്ടിടത്തും നീരാഞ്ജന നെയ്വിളക്ക്, എള്ള് പായസം, എള്ള് കിഴിയൊക്കെ സമർപ്പിക്കാം. എണ്ണ സമർപ്പിക്കാം. ഭഗവാൻ എണ്ണ ദീപത്തിൽ അങ്ങനെ കൊടുക്കുന്നൊരു വഴിപാടുണ്ട്, അതൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ശിവക്ഷേത്രങ്ങളിൽ ദർശിച്ചിട്ട് ധാര, പിൻവിളക്ക്, കൂളമാല എന്നിവ നടത്തി ഭഗവത് പ്രീതി വരുത്താവുന്നതാണ്. അതുപോലെ തന്നെ ആഞ്ജനേയനെയും പ്രീതിപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇത് ആഞ്ജനേയന് ആണെങ്കിൽ ശനിയാഴ്ചകൾ തന്നെ വെറ്റിലമാല, വടമാല, തുളസി കുങ്കുമാർച്ചനയൊക്കെ നടത്തി അല്ലെങ്കിൽ മറ്റ് യഥാശക്തി വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തി പോന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇങ്ങനെ ഇത് മൂന്നും ഒരുമിച്ച് ചെയ്യണമെന്നല്ല, ഓരോന്നും മാറി മാറി ചെയ്താലും മതി. അങ്ങനെ ചെയ്യുന്ന വഴി ഒരു പരിധിവരെ ആ ശനിദോഷങ്ങളെ കുറയ്ക്കാം. വ്യാഴപ്രീതി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സൃഷ്ടി, സ്ഥിതി, സംഹാര, സ്ഥിതി, ദൈനംദിന കാര്യങ്ങളുടെ തടസ്സം മാറണമെങ്കിൽ ഈ വ്യാഴപ്രീതി വരണം. അതിനിത് നല്ല ചന്ദനമുണ്ടെങ്കിൽ നെറ്റിയിൽ അണിയുന്നത് ഒരു സമാധാനം, ഒരു അല്പം മനസ്സമാധാനം ഉണ്ടാകുന്നത് നല്ലതായിട്ട്. അതുപോലെ തന്നെ മനസ്സമാധാനം ഉണ്ടാകുന്നതിന് ചന്ദ്രശേഖര അഷ്ടകം ചൊല്ലുക, ചന്ദ്രപ്രകാശം ഏൽക്കുക. അങ്ങനെ ചെയ്യുന്നത് വഴി ചന്ദ്രശേഖര അഷ്ടകം യൂട്യൂബിലൊക്കെ കിട്ടും, അത് ഡൗൺലോഡ് ചെയ്ത് ശ്രവിച്ചാലും മതി. ശ്രവിച്ചാലും നമുക്കൊരു മനസ്സമാധാനവും ശാന്തിയൊക്കെ ഉണ്ടായി വരുന്നതിന് കഴിയുന്നതും തീർത്ഥാടന സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കുക. ഒത്തിരി യാത്ര ദുർഘടമായിട്ടില്ലാത്ത തിരഞ്ഞെടുത്ത് അടുത്തൊക്കെ തന്നെ ഉള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ അല്പസമയം ചിലവഴിക്കുന്ന വഴി മനസ്സമാധാനവും ശാന്തിയൊക്കെ ലഭിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വഴി രാവിലെ വൈകിട്ട് സ്നാനം ചെയ്ത് സാത്വികമായ ചിന്തകളോടെ മാത്രം ഇരിക്കുന്ന വഴി ആൾക്കാരുടെ ഇടപെടൽ കഴിയുന്നതും കുറച്ച് ഒന്ന് ഐസൊലേറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മളുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനും നല്ല ഫലങ്ങളെ വർദ്ധിപ്പിക്കാനും കഴിയും. അപ്പോൾ എന്തായാലും ഞാൻ വൃശ്ചിക രാശിയിൽപ്പെട്ട എല്ലാവർക്കും ഈ പ്രശ്നങ്ങളെ നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള ആത്മധൈര്യവും ഈശ്വരാധീനവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം.